പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി പുതിയ മൊബൈൽ മേടിച്ച കാര്യവും ജാനകി അറിയുന്നു. അനിയുടെ ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അഭി. എന്നിട്ടത് ജാനകിയെ കാണിക്കുന്നു. അന്നേരം ജലജ പറയുന്നുണ്ട്, നീ നന്നായിട്ട് സൂക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് നീ ഈ ഫോൺ എടുത്ത് നോക്കണം, അവൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ചെന്ന് അവളുടെ അച്ഛൻ്റെ മുഖത്ത് ആട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ജലജ ജാനകിയോട്. പിന്നീട് കനക പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നല്ലോ നന്ദു, എങ്ങനെയൊക്കെ പോയാലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ജോത്സ്യനെ കാണാനായിട്ട് നന്ദുവും പോകുന്നുണ്ട്. എന്നിട്ട് കല്യാണക്കാരിയൊക്കെ പറയുമ്പോൾ നന്ദു പറയുവാണ്, ഒരു വനിതാ ഐസിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമല്ലോ, അതുകൊണ്ട് വന്നതാണ് എന്നാണ് പറയുന്നത്. അന്നേരം ജോത്സ്യൻ പറയുന്നുണ്ട്, നന്ദുവിനെ വിവാഹം കഴിക്കുന്നത് അനി തന്നെയായിരിക്കും, നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നിക്കും. നന്ദനയായിട്ട് ചേരാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് അനിരുദ്ധൻ എന്ന് പറയുന്ന അനന്തപുരിയിലെ പയ്യൻ തന്നെയാണ്, അതേ സംഭവിക്കൂ എന്ന് ജോത്സ്യൻ ഉറപ്പിച്ച് പറയുമ്പം ഇങ്ങനെ അത് കേട്ടിങ്ങനെ അന്തിച്ചിരിക്കുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.